ആർ അനന്തകൃഷ്ണൻ AKG പഠന കേന്ദ്രത്തിൽ നിന്ന് തുടരുന്നുണ്ട്. അനന്തൻ, ഇപ്പോഴും മണമുറിയാത്ത ജനപ്രവാഹമാണ്. അഭിവാദ്യമർപ്പിക്കുകയാണ്, മുദ്രാവാക്യം വിളി തുടരുകയാണ്. VS എന്ന മുഖ്യമന്ത്രിയുടെ കാലത്തെ വളരെ പരിമിതമായ കാലമാണ് VSന് അത് എങ്കിലും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ, അതേസമയം ഒരു പരിമിതിയുമില്ലാതെ പ്രവർത്തിച്ച കാലവുമായിരുന്നു അത്. ആ കാലത്തുണ്ടാക്കിയ ജനകീയതയും അതിനു മുൻപ് പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്തെ ജനകീയതയും ഒക്കെ ചേർത്ത് വച്ച് വായിക്കുകയല്ലേ കേരളം വീണ്ടും ഇന്ന്? തീർച്ചയായിട്ടും രതീഷ്, VS പ്രതിപക്ഷ നേതാവായിരുന്ന കാലഘട്ടം, ഒപ്പം തന്നെ VS മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടം, ആ കാലങ്ങളിൽ VSന്റെ നേരത്തെ രതീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു നേതാവെന്നുള്ള നിലയിൽ VSനുണ്ടായിരുന്ന ഒരു മാറ്റം, അതുവരെ കർക്കശ്യക്കാരനായ ഒരു പാർട്ടി നേതാവ് എന്ന രീതിയിൽ കേരളത്തിലെ ജനങ്ങൾ ഒരു പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഹൃദയബന്ധം തോന്നാത്ത, അല്ലെങ്കിൽ ആ രീതിയിൽ അതിന് ഒരു വേലിക്കെട്ട് തീർത്തുകൊണ്ടൊരു കാർക്കശ്യം VSും ഒരു കേരളവുമായി ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം VS ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ശക്തമായ നിലപാടുമായി, പ്രത്യേകിച്ച് ആരും ഏറ്റെടുക്കാൻ മടിക്കുന്ന വിഷയങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, കവിയൂർ കിളിരൂർ പോലുള്ള കേരളത്തെ ഞെട്ടിച്ച സ്ത്രീപീഡന കേസുകളിൽ ഉറച്ച ശബ്ദമായി VS മാറുന്നു. ഐസ്ക്രീം പോലുള്ള കേസുകളുടെ നിയമ പോരാട്ടത്തിൻ്റെ വഴിയിലേക്ക് VS കടന്നു വരുന്നു. ആ സമയത്ത് കേരളത്തിലെ സ്ത്രീകൾക്ക് ഉണ്ടാക്കിയ ഒരു ആത്മവിശ്വാസം, കേരളത്തിലെ സ്ത്രീ വിമോചന പ്രവർത്തകർക്ക്, അല്ലെങ്കിൽ സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിന്ന ആക്ടിവിസ്റ്റുകൾക്കുണ്ടാക്കിയ ഒരു ആത്മവിശ്വാസം, അതൊന്നും ചില്ലറയല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ കാണുന്ന ജനക്കൂട്ടങ്ങളിലൊക്കെ പുരുഷന്മാർക്കൊപ്പം തന്നെ സ്ത്രീകളുടെ നീണ്ട നിരയും ഈ രാത്രി വൈകി ഇപ്പോഴും ഈ തിരുവനന്തപുരം നഗരത്തിൽ കാണുന്നത്. നമുക്ക് ഈ ആൾക്കാരോടൊക്കെ ഒന്ന് ചോദിക്കാം, അവർക്ക് എങ്ങനെയാണ് VSനെ ഓർക്കുന്നത്? VSനെ നമ്മൾ ഓർക്കുക എന്ന് പറഞ്ഞാൽ കേരളം ഒരിക്കലും മറക്കാൻ പറ്റാത്ത സഖാവായിട്ടാണ് ഓർക്കുക. ജനഹൃദയങ്ങളിലുള്ള പാവപ്പെട്ടവൻ്റെയും ഏറ്റവും പണക്കാരൻ്റെ ആയാലും എല്ലാവരുടെ ആയാലും ജനഹൃദയങ്ങളിലുള്ള ഏറ്റവും ഉന്നതനായ ഒരു സഖാവായിരിക്കും എന്നും. VS പാവങ്ങളുടെ പടത്തലവൻ എന്ന് അറിയപ്പെടുന്ന AKGയെ പോലെ തന്നെ ഉള്ളൊരു സഖാവായിരിക്കും VS എന്നും ഓർമ്മിക്കപ്പെടും. കേരളമുള്ള കാലത്തോളം, അല്ലെങ്കിൽ മനുഷ്യനുള്ള കാലത്തോളം, എന്നും ഈ തലമുറയുള്ള കാലത്തോളം VSനെ ഓർമ്മിക്കും. സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി VS ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് എങ്ങനെയാണ് VSന്റെ പോരാട്ടത്തെ കാണുന്നത്? ഒട്ടും മറക്കാൻ പറ്റത്തില്ല അദ്ദേഹത്തിന്റെ മരണം. നിലപാടുകളുടെ രാജകുമാരനായിരുന്നു VS. നിലപാടുകളുടെ രാജകുമാരനായിരുന്നു. കണ്ണേ കരളെ VS എന്ന് വിളിക്കുന്നതിന് കണ്ണും കരളുമാണ് കേരളത്തിന്റെ. അങ്ങനൊരു നേതാവ് ഇനിയില്ല. അങ്ങനൊരു നേതാവ് ഈ പ്രസ്ഥാനത്തിന് കിട്ടുമെന്ന് അറിഞ്ഞോളൂ. VSനെ പോലൊരു മറ്റൊരു നേതാവിനെ ഇല്ല. ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും അമരത്തുനിന്ന് എത്തി വളരെ കഷ്ടപ്പാടിലൂടെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനാണ്. ഇതുപോലെ നേതാവിന് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ഉണ്ടാകുന്നത്. എല്ലാവർക്കും പറയാൻ ഒന്നേ ഉള്ളൂ, ആ നേതാവിന് പകരമില്ല. ആ ശൂന്യതയ്ക്ക് ഇനി പകരം വയ്ക്കാൻ ഒന്നുമില്ല. അത്ര ജനങ്ങൾ ഏറ്റെടുത്ത ഒരു നേതാവ്, അതല്ലെങ്കിൽ ഈ സുദീർഘമായ ഒരു രാഷ്ട്രീയ പോരാട്ടം നടത്തിയ നേതാവ്, ചരിത്രങ്ങളിലൂടെ കേരളമെന്ന ഒരു സംസ്ഥാനത്തിൻ്റെ പല ഘട്ടങ്ങൾ കണ്ട് ആ നിർണായകമായ ചരിത്രസന്ധികളിലൊക്കെ ഇടപെട്ട ഒരു നേതാവ്. അതാണ് അവർക്കെല്ലാം VS. അതുകൊണ്ട് ആ രണ്ടക്ഷരങ്ങൾ, VS എന്ന് പറയുന്ന ആ രണ്ടക്ഷരങ്ങൾ അവർ ഹൃദയത്തിൽ കൊത്തിവെച്ച അക്ഷരങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് അവരെല്ലാം VSനെ അവസാനമായി ഒന്ന് കാണാൻ വേണ്ടി ഈ AKG പഠന കേന്ദ്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും എനിക്ക് കാണാം യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തിനും അപ്പുറം MLA ഹോസ്റ്റലിൻ്റെയൊക്കെ ആ ഭാഗത്ത് വലിയ ജനക്കൂട്ടം ഇപ്പോഴുമുണ്ട്. ആ ജനക്കൂട്ടത്തിൽ നിന്നാണ് ഒറ്റവരിയായി ഈ ജനങ്ങൾ മുഴുവൻ ഈ AKG പഠന കേന്ദ്രത്തിലേക്ക് VSന്റെ ഭൗതിക ശരീരം വെച്ചിരിക്കുന്ന ആ ഒരു ഹാളിലേക്ക് കടന്നു വരുന്നവരുടെ കയ്യിൽ ഒരു നുള്ള് പുഷ്പമോ അല്ലെങ്കിൽ ഒരു റോസാപ്പൂവോ അതല്ലെങ്കിൽ ഒരു പുഷ്പചക്രമോ ഒക്കെ ഉണ്ട്. അത് VSനെ സമർപ്പിച്ചുകൊണ്ട് അവസാനമായി സഖാവിന് മുന്നിൽ മുഷ്ടി തലയ്ക്ക് മുകളിൽ ചുരുട്ടി പിടിച്ചുകൊണ്ട് അഭിവാദ്യം അർപ്പിച്ച് കടന്നു പോവുകയാണ്. കാരണം കേരളത്തിന് ഇങ്ങനൊരു നേതാവിനെ ഇനി കിട്ടില്ല എന്നവർക്കറിയാം. മാത്രമല്ല അത്രത്തോളം VSന്റെ
പോരാട്ടങ്ങൾ അവർ മനസ്സിലാക്കിയിരിക്കുന്നു. വി എസിനെ നെഞ്ചോട് ചേർത്തവരാണ് ഈ വരുന്നവരെല്ലാം. കൂടുതലും ഈ വരുന്ന ആൾക്കാരൊക്കെ തിരുവനന്തപുരം നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആൾക്കാരാണ്. ഇനിയിപ്പോൾ കൂടുതൽ ആൾക്കാർ, കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള കൂടുതൽ ആൾക്കാർ ഇവിടേക്ക് എത്തും. അത് നാളെ ഇപ്പോൾ ദർബാർ ഹാളിൽ പൊതുദർശനം ആരംഭിക്കുമ്പോൾ, രാവിലെ 9 മണിക്ക് ആരംഭിക്കുമ്പോൾ മറ്റൊരു ജനപ്രവാഹം അണമുറിയാതെ ആ സെക്രട്ടേറിയറ്റിൻ്റെ വളപ്പിനുള്ളിലേക്ക് വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിനൊപ്പം തന്നെ വൈകുന്നേരം വിലാപയാത്രയായി ആലപ്പുഴ വലിയ ചുടകാടിലേക്ക് വി എസിനെ ആനയിക്കുമ്പോൾ ദേശീയപാതയുടെ ഇരുവശങ്ങളിലും വി എസിനെ അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ജനങ്ങൾ ഉണ്ടാകും. അപ്പോൾ അതൊരു കേരളത്തിൻ്റെ ചരിത്രമായി മാറുന്നൊരു വിലാപയാത്രയാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എങ്ങനെയാണ് വി എസിനെ ഓർക്കുന്നത്? വി എസിന് എൻ്റെ 2 മക്കളെയും എഴുത്തിന് ഇരുത്തിയത് അദ്ദേഹമാണ്. അദ്ദേഹത്തിന് ഒരു നോക്ക് കാണാൻ വേണ്ടി ഞാൻ വി എസ് മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോഴാണോ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുമ്പോഴാണോ മക്കളെ എഴുത്തിന്? അല്ല, അപ്പം പ്രതിപക്ഷ നേതാവ്. എങ്ങനെയാണ് വി എസിനെ ഓർക്കുന്നത്? വി എസിന് കേരളത്തിലെ വലിയൊരു നഷ്ടമായിരിക്കും. അതുപോലെ തന്നെ ഞങ്ങളെല്ലാം കേരളീയർ മൊത്തം നെഞ്ചിലേറ്റൊരു പ്രിയ നേതാവാണ്. കർഷക സമരം മുതൽ ഇങ്ങോട്ട് എല്ലാ സമരങ്ങളിലും നേതൃത്വം വഹിച്ചൊരു പ്രിയ നേതാവാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. കേരളത്തിന് വൻ നഷ്ടമായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കിയത്. നേരത്തെ ഒരു മനുഷ്യൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ 2 മക്കളെയും എഴുത്തിനിരുത്തിയത് വി എസ് ആയിരുന്നു എന്നാണ്. രതീഷിന് ഒരു പക്ഷേ അത് നമുക്കെല്ലാം അറിയാം. തിരുവനന്തപുരത്ത് ഈ വിജയദശമി ദിവസം വി എസ് താമസിക്കുന്ന സ്ഥലത്ത് ഒരുപാട് പേരങ്ങനെ കുട്ടികളുമായിട്ട് വിദ്യാരംഭം കുറിപ്പിക്കാൻ വേണ്ടി വി എസിൻ്റെ അടുത്തേക്ക് വരുന്നത്, കുട്ടികളെ കൊണ്ട് വരുന്ന കാഴ്ച നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. വിദ്യാരംഭ ദിവസം ഒരു മാധ്യമങ്ങളുടെ എല്ലാം ഒരു യൂണിറ്റ് വി എസിൻ്റെ അടുത്തുണ്ടാകും ആ ഒരു കാഴ്ച പകർത്താൻ വേണ്ടി. അപ്പോൾ വി എസിനെ അത്രയധികം സ്നേഹിക്കുന്ന, അങ്ങനെ വി എസ് വിദ്യാരംഭം കുറിച്ച ഒരുപാട് ആൾക്കാർ ഈ ജനക്കൂട്ടത്തിന് ഇടയിലൊക്കെ ഉണ്ട്. അവരൊക്കെയാണ്, ചെറുപ്പക്കാരാണ് കൂടുതലും ഇപ്പോൾ ഈ ലൈനിൽ നമുക്ക് കാണാൻ കഴിയും. അതിനൊപ്പം തന്നെ സ്ത്രീകളുടെ വലിയൊരു നിര ഈ ആൾക്കാരിലൂടെ കടന്നു വരികയാണ്. അവർക്കെല്ലാം പറയാനുള്ളത് വി എസ് എന്ന് പറയുന്ന, എല്ലാവർക്കും ഒറ്റ വാക്കേ ഉള്ളൂ പറയാൻ, വി എസ് എന്ന് പറയുന്ന ഒരു നേതാവ് അതൊരു വലിയ നഷ്ടമാണ്. അതിന് പകരം വെക്കാൻ മറ്റൊരു നേതാവില്ല. അതൊരു വലിയ ശൂന്യതയാണ്. പ്രത്യേകിച്ച് ഈ പ്രസ്ഥാനത്തിൽ തന്നെ അങ്ങനൊരു നേതാവ് ഇനി ഉണ്ടാകില്ല എന്നവർക്ക് തീർച്ചയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ നേതാവ് ഈ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ അവസാനത്തെ ആ ഒരു നോട്ടം, അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവിൻ്റെ മുഖം ഒന്ന് കണ്ട് അന്ത്യാഭിവാദ്യം അർപ്പിക്കുക എന്ന് കരുതുന്നത്. ഏതായാലും ആലപ്പുഴയിൽ നിന്ന് തുടങ്ങിയ ആ പോരാട്ടം രാജഭരണകാലത്ത് ദിവാനെതിരെ തുടങ്ങിയ പോരാട്ടമാണ്. ആ പോരാട്ടം പിന്നീട് കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഓരോ ഘട്ടങ്ങളിൽ എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടോ ആ പ്രതിസന്ധികളിലൊക്കെ ഇടപെട്ടുകൊണ്ടായിരുന്നു വി എസ് എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ ഉദയം. അങ്ങനെ ആ ചരിത്രമൊക്കെ ഓർത്തുകൊണ്ട് വി എസ് കടന്നുപോയ വഴികളിൽ എവിടെയെങ്കിലുമൊക്കെ അദ്ദേഹവുമായി കണ്ടുമുട്ടിയവർ, കൂട്ടിമുട്ടിയവർ, വി എസിൻ്റെ ഇടപെടൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടായവർ ഒക്കെയാണ് ഈ ആൾക്കൂട്ടത്തിൽ ഉള്ളത്. അവരാണ് വി എസിനെ കണ്ട് അന്ത്യോപചാരം അർപ്പിക്കാൻ വേണ്ടി ഇവിടെ കാത്തു നിൽക്കുന്നത്. എങ്ങനെയാണ് വി എസിനെ ഓർക്കുന്നത്? എങ്ങനെയാണ്? ഒരു സഹായമില്ല. സ്ത്രീ സുരക്ഷയ്ക്കും ഒക്കെ വേണ്ടി ഒരുപാട് ഇടപെട്ട ഒരു നേതാവാണ്. എങ്ങനെ ഓർക്കുന്നു വി എസിനെ? നല്ല രീതിയിൽ ഓർക്കുന്നു. വിഷമമുണ്ട്. പിന്നെ എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ നിന്നുള്ള ആളായിരുന്നു. വി എസിനെ കണ്ടിട്ടുണ്ടോ നേരിട്ട്? നേരിട്ട് കണ്ടിട്ടില്ല. എങ്ങനെയാണ് വി എസിനെ ഓർക്കുന്നത്? ഓർമ്മകൾ പറയാനായിട്ട് ഒരുപാട് ഓർമ്മകൾ പറയാനുള്ളത്. ഞാനും സഖാവ് അജയ് ബാലസംഘത്തിൻ്റെ ഭാരവാഹികളായിരുന്ന സമയത്ത് തന്നെ സഖാവ് വി എസിനെ പരിപാടിക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടി നമ്മൾ നേരിട്ട് ചെല്ലുകയും അദ്ദേഹമായിട്ട് പരിചയപ്പെടുകയും ആ ബന്ധം അദ്ദേഹം ഈ അസുഖബാധിതനായിട്ട് മാറുന്നതിന് മുമ്പ് വരെയുള്ള കാലഘട്ടങ്ങളിലെല്ലാം ആ ബന്ധം ഞങ്ങൾ തുടർന്ന് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വളരെ വിഷമമുണ്ട്. വി എസിനെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് പോകുമായിരുന്നു? ഇല്ല, വല്ലപ്പോഴും 1-2 തവണ കണ്ട് സംസാരിച്ചിട്ടുള്ളതാണ്. അങ്ങനെ
വി എസുമായി അടുത്ത് പരിചയമുള്ളവരും വി എസിനെ പരിചയപ്പെട്ടവരും ഒക്കെ അവർക്കൊക്കെ പറയാൻ ഒരു വി എസുമായി അടുത്ത് നിന്നതിൻ്റെ ഒരുപാട് കാര്യങ്ങളുണ്ട്. വി എസിനോട് അടുത്ത് നിന്ന് അനുഭവിച്ച, വി എസിനുമായി സംസാരിച്ച, വി എസിൻ്റെ സൗഹൃദം നേടിയവരൊക്കെ ഈ കൂട്ടത്തിലുണ്ട്. അങ്ങനെ ജീവിതത്തിൻ്റെ പല മേഖലകളിൽ നിന്ന് കടന്നു വരുന്നവരാണ് ഇവരെല്ലാം. വി എസ് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഇടപെട്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ആൾക്കാർ, വി എസ് നടത്തിയ സമര പോരാട്ടങ്ങൾക്ക് ഒപ്പം നിന്ന ആൾക്കാർ. അങ്ങനെ നമുക്കറിയാം CPM-നും പുറത്തു നിന്നുള്ള ഒരുപാട് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒരുപാട് വ്യക്തികൾ അദ്ദേഹവുമായി അടുത്ത് ഇടപഴകിയിട്ടുണ്ട്. വിവിധ വിഷയങ്ങളിൽ വി എസിൻ്റെ ഒരു ഇടപെടലിന് വേണ്ടി എത്രയോ തവണ അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തിൻ്റെ ഇടപെടൽ കൊണ്ട് അവരുടെയൊക്കെ കാര്യങ്ങൾ നടക്കുകയും ഒക്കെ ചെയ്ത ഓർമ്മകളുണ്ട്. ആ ഓർമ്മകളുമൊക്കെ ആയിട്ടാണ് ഈ ആൾക്കാർ ഇവിടെയൊക്കെ കടന്നു വരുന്നത്. ഏതായാലും വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന ഒരു യുഗപുരുഷൻ 100 വർഷം നമുക്കൊപ്പം നമ്മുടെ ഈ പല തലമുറകളിലൂടെ ജീവിച്ചു വന്ന ഒരു രാഷ്ട്രീയ നേതാവ്, കേരളത്തിൻ്റെ ചരിത്രത്തിനൊപ്പം സഞ്ചരിച്ച നേതാവ്, അദ്ദേഹമാണ് യാത്ര പറയുന്നത്. അദ്ദേഹം ഈ തലസ്ഥാന നഗരത്തിൽ നിന്ന് വിട പറഞ്ഞ് നാളെ ആലപ്പുഴ വലിയ ചുടുകാട്ടിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ പോകുന്ന ഒരു നേതാവിന് അദ്ദേഹം അർഹിക്കുന്ന രീതിയിലുള്ള ഒരു അന്ത്യയാത്ര, ഒരു അന്ത്യാഭിവാദ്യം നൽകാൻ കേരളം ആഗ്രഹിക്കുന്നുണ്ട്. ആ ആഗ്രഹമാണ് ഈ രാത്രിയിലും എനിക്ക് പിന്നിലൂടെ ഇങ്ങനെ വരിവരിയായി ഒഴുകി വരുന്ന ഈ ജനസഞ്ചയം എന്ന് വേണം പറയാൻ, രതീഷ്.